ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ അജ്നു വേൾഡ്. നമുക്കിന്ന് ഈത്തപ്പഴം ക്യാരറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1½ കപ്പ് മൈദയിൽ 1½ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി അരിച്ച് മാറ്റിവെക്കുക. അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ്, 25 ഈത്തപ്പഴം നുറുക്കിയത് ചേർത്ത് മിക്സാക്കി വെക്കുക. ഇതിൽ 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇത് കേക്കിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായി മിക്സാക്കി വെക്കുക. ഇനി നമുക്ക് പഞ്ചസാര കാരമലാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കാരമൽ ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നൽകുക. നമ്മുടെ കാരമൽ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടി ബ്രൗൺ കൂടിയായിക്കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ റെഡിയായി. ഇപ്പോൾ നമുക്ക് കാരമൽ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് പാനി ഒഴിച്ച് വെക്കുക. ഇത് തണുപ്പിന് വേണ്ടി മാറ്റി വെക്കണം. നമ്മുടെ കാരമൽ പാനി റെഡിയായിട്ടുണ്ട്. ഇനി 3 മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിനിടെ 1½ കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു ചെറിയൊരു കഷ്ണം പട്ടയും ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കയും പൊടിച്ചതും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യണം. ഞാൻ പഞ്ചസാര പൊടിക്കുമ്പോൾ പട്ടയും ജാതിക്കയും ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അല്പമായി പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നല്ല വെളുത്ത കളറാക്കുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ, ഉണ്ടാക്കി വെച്ച പഞ്ചസാര കാരമൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറേശ്ശെയായി മൈദ മിക്സ് ചേർത്ത് യോജിപ്പിക്കുക. മൈദ മിക്സാക്കാൻ വേണ്ടി മാത്രം ചെറുതായി ഒന്ന് മിക്സാക്കിയാൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ഈത്തപ്പഴ ക്യാരറ്റ് ചേർത്ത് അതൊന്ന് മിക്സാക്കിയെടുക്കുക. ഇതിനിടയിൽ ഞാൻ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അല്പം നെയ്യ് തൂവി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ അതിൽ 1-2 ടാപ്പ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്.